വഖഫുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രം പറയാം. ഉമീദ് ആക്ട് പ്രകാരം വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ കോടതി നടപടികളിലെ വ്യവഹാരത്തിലേക്കും ഞാൻ പോകുന്നില്ല. പകരം എന്തുകൊണ്ടാണ് ഉമീദ് ആക്ട് കേരളത്തിൽ നടപ്പാക്കണം എന്ന് ഇപ്പോൾ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗും UDF-ഉം ആവശ്യപ്പെടുന്നത് എന്നുള്ളതിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേരളത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം അത് മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. വഖഫ് ബോർഡ് പറയുന്നത് മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത നിലവിലുള്ള വഖഫ് ബോർഡിനോട് മുഖ്യമന്ത്രി VD സതീശന് താല്പര്യമില്ല. കാരണം അദ്ദേഹം ഒരു കാരണവശാലും മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കരുത് എന്നുള്ള താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് പുതിയൊരു ഹർജി ഷോൺ ജോർജ് വഴി, കാസ വഴി, മറ്റൊരു സംഘപരിവാർ ബന്ധമുള്ള ഒരു ആക്ടിവിസ്റ്റ് വഴി ഹർജി കോടതിയിലെത്തുന്നത്. അതിലാവശ്യം എന്താണ്? വഖഫ് ബോർഡ്, നിലവിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് പുതിയ വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. അതെന്തിനു വേണ്ടിയിട്ടാണ്? മുനമ്പം വഖഫ് ഭൂമി വഖഫല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വഖഫ് ബോർഡ് കേരളത്തിൽ ഉണ്ടാവണം എന്ന് സതീശൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള വഖഫ് ബോർഡിനെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിന് വഖഫ് മന്ത്രിയായിട്ടുള്ള ഷംസുദ്ദീനെ ഉപയോഗിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിൻ്റെ അജണ്ടകൾ കേരളത്തിൽ നടപ്പാക്കാൻ സതീശൻ ഉപയോഗിക്കുന്ന വെപ്പണാണ് മുസ്ലിം ലീഗ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സംഘപരിവാറിന് അനുകൂലമായി സർക്കുലർ ഇറക്കുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന KM ഷാജിയുടെ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം സംഘപരിവാറിനും കാസക്കും ക്രിസ്ത്യൻ തീവ്രവാദികൾക്കും അനുകൂലമായി വഖഫ് സ്വത്തിനെ വഖഫ് സ്വത്തല്ലാതാക്കി മാറ്റാനുള്ള ഗൂഢാലോചന നടത്തുന്നതാരാ? സതീശന് ഉപയോഗിക്കുന്നതാരെയാ? മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായ ഷംസുദ്ദീനെ. ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ വൽക്കരണത്തിന് വേണ്ടി PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആരുപയോഗിച്ച? മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഷംസുദ്ദീനെ ഉപയോഗിച്ചുകൊണ്ട്. ഇങ്ങനെ 3 വകുപ്പുകളും കേരളത്തിൽ നിലവിൽ സജീവമായി സംഘപരിവാർ അനുകൂല വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന 3 വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നതാരാ? മുസ്ലിം ലീഗാണ്. ഈ അപകടത്തെ ലീഗ് തിരിച്ചറിയേണ്ടതുണ്ട്. VD സതീശനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനില്ല. അദ്ദേഹത്തെ നാൾക്ക് നാൾ ഓരോ മനുഷ്യരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ കേരളീയനും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സംഘപരിവാരുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അദ്ദേഹം തൻ്റെ അജണ്ടകൾ നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന വെപ്പണായി, ചട്ടുകമായി മുസ്ലിം ലീഗ് മാറുകയാണ്. ഇതിനെതിരെ ലീഗ് സുഹൃത്തുക്കളാണ് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തങ്ങളുടെ വകുപ്പിലൂടെ സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സതീശനെ തിരുത്താൻ, തങ്ങളുടെ മന്ത്രിമാരെ തിരുത്താൻ ലീഗിൻ്റെ പ്രവർത്തകർ ആർജവം കാണിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്.